ഹായ് എവരി വൺ, ആൽഗോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രോമിസ് ഡോട്ട് റേസ്, പ്രോമിസ് ഡോട്ട് എനി എന്ന് പറഞ്ഞ രണ്ട് പ്രോമിസ് മെത്തേഡ്സ് ആയിരിക്കും പരിചയപ്പെടുക. നമുക്ക് ആദ്യം ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ് പ്രോമിസ് 1 ഈക്വൽ ടു ന്യൂ പ്രോമിസ്, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ മേടിക്കും, റിസോൾവ് റിജക്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ടൈം ഔട്ട് കൊടുക്കുകയാണ്. റിസോൾവ് പ്രോമിസ് 1. ഒരു 3 സെക്കൻഡ്സിന് ശേഷം റിസോൾവ് ചെയ്യുക. അതാണ് ഇവിടെ 3000 കൊണ്ട് മീൻ ചെയ്യുന്നത്, 3000 മില്ലി സെക്കൻഡ്സ്. ഇനി നമുക്ക് മറ്റൊരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യാം, പ്രോമിസ് 2. ഇത് 2 സെക്കൻഡ്സിന് ശേഷമായിരിക്കും റിസോൾവ് ചെയ്യുക. ഇനി വേറൊരു പ്രോമിസ്, കോൺസ് പ്രോമിസ് 3. ഇത് 1 സെക്കൻഡിന് ശേഷമായിരിക്കും റിസോൾവ് ചെയ്യുക. പ്രോമിസ് ഡോട്ട് റേസ് ചെയ്യുക. ഒരു അറേ ഓഫ് പ്രോമിസസിനെ ഇൻപുട്ടായിട്ട് മേടിക്കും. പ്രോമിസ് 1, പ്രോമിസ് 2, പ്രോമിസ് 3. പ്രോമിസ് ഡോട്ട് റേസ് ചെയ്യുക. ഒരു അറേ ഓഫ് പ്രോമിസസിനെ ഇൻപുട്ടായിട്ട് മേടിക്കും. ഇൻപുട്ട് അറേ ഓഫ് പ്രോമിസസ്. ഔട്ട്പുട്ടായിട്ട് ഒരു പുതിയ പ്രോമിസിനെ തരും. ആ പുതിയ പ്രോമിസ് എപ്പോഴായിരിക്കും സെറ്റിൽ ചെയ്യുക? ഈ അറേ ഓഫ് പ്രോമിസസിലുള്ള ഫസ്റ്റ് പ്രോമിസ് സെറ്റിൽ ചെയ്യുമ്പോൾ, സെറ്റിൽ ചെയ്യുന്ന ഫസ്റ്റ് പ്രോമിസ് ഇതിലേതായിരിക്കും? സെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോൾവ് ഓർ റിജക്ട്, ഏറ്റവും കുറവ് ടൈം എടുക്കുന്ന ആ പ്രോമിസ്. അത് ഏതാണ്? മൂന്നാമത്തെ പ്രോമിസ്. അത് 1 സെക്കൻഡിൽ റിസോൾവ് ആവും. പ്രോമിസ് ഡോട്ട് റേസ് ഒരു അറേ ഓഫ് പ്രോമിസസിനെ മേടിക്കും, എന്നിട്ട് ഒരു പുതിയ പ്രോമിസ് റിട്ടേൺ ചെയ്യും. ഈ പുതിയ പ്രോമിസ് സെറ്റിൽ ചെയ്യുക. ഇതിലുള്ള ഫസ്റ്റ് പ്രോമിസ് സെറ്റിൽ ചെയ്യുമ്പോഴാണ് ഈ അറേ ഓഫ് പ്രോമിസസിലെ ഫസ്റ്റ് പ്രോമിസ്. ഇവിടെ ഏറ്റവും ആദ്യം സെറ്റിലാവുന്ന പ്രോമിസ് 3 ആണ്, കാരണം അതാണ് ഏറ്റവും കുറഞ്ഞ ടൈം എടുക്കുന്നത്. ഡോട്ട് ദെൻ വാല്യൂ console.log value dot catch error console.error ഇവിടെ എന്താ സംഭവിച്ചത്? പ്രോമിസ് ഡോട്ട് റേസ് ഒരു അറേ ഓഫ് പ്രോമിസസിന് ഇൻപുട്ടായിട്ട് മേടിച്ചു, എന്നിട്ട് ഒരു പുതിയ പ്രോമിസിനെ റിട്ടേൺ ചെയ്തു. ഇവിടെ ഏറ്റവും കുറവ് ടൈം എടുത്ത ആ പ്രോമിസ് 3 ആണ്. അതുകൊണ്ട് നമുക്ക് വാല്യൂവിൽ പ്രോമിസ് 3 എന്ന് കിട്ടി, കാരണം റിസോൾവ് ചെയ്തപ്പോൾ ഉള്ള ആ വാല്യൂ പ്രോമിസ് 3 ആണ്. അതുകൊണ്ട് നമുക്കിവിടെ ഡോട്ട് ദെന്നിൽ പ്രോമിസ് 3 വാല്യൂ ആയിട്ട് കിട്ടി. ഇതിപ്പം റിജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ, എല്ലാ പ്രോമിസും റിജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ, അന്നേരം എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? ഏറ്റവും ആദ്യം റിജക്റ്റ് ആയ ആ പ്രോമിസ്, അത് പ്രോമിസ് 3 ആണ്. ഏറ്റവും കുറവ് ടൈം എടുത്തത് പ്രോമിസ് 3 ആണ്. അതുകൊണ്ട് നമുക്ക് എറർ ബ്ലോക്കിൽ റിജക്ഷൻ ആകുമ്പോൾ നമുക്കറിയാം ക്യാച്ച് ബ്ലോക്കിലായിരിക്കും ഔട്ട്പുട്ട് വരിക. അന്നേരം എറർ പ്രോമിസ് 3 എന്ന് നമുക്ക് കൺസോളിൽ കിട്ടി. ആദ്യത്തെ പ്രോമിസ് എന്ത് ചെയ്യുന്നോ അതായിരിക്കും പ്രോമിസ് ഡോട്ട് റേസ് റിട്ടേൺ ചെയ്യുന്ന പ്രോമിസും ചെയ്യുക. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ സെറ്റിലായത് പ്രോമിസ് 3 ആയിരുന്നു. പ്രോമിസ് 3 റിജക്റ്റ് ചെയ്ത പ്രോമിസ് ഡോട്ട് റേസ് റിട്ടേൺ ചെയ്യുന്ന പുതിയ പ്രോമിസും റിജക്റ്റ് ചെയ്യും. പ്രോമിസ് 3 റിസോൾവ് ആയി കഴിഞ്ഞാൽ പ്രോമിസ് ഡോട്ട് റേസ് റിട്ടേൺ ചെയ്യുന്ന പുതിയ പ്രോമിസും റിസോൾവ് ആവും. ഏറ്റവും ആദ്യം സെറ്റിലാവുന്ന
പ്രോമിസ് ഏതാണോ ആ സെറ്റിലാവുന്ന പ്രോമിസിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ പുതിയ പ്രോമിസും റിട്ടേൺ ചെയ്യുക. ഇനി പ്രോമിസ് ഡോട്ട് റേസിലോട്ട് ഒരു എം ഡി അറേ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ജസ്റ്റ് എ സെക്കൻഡ്. ഇവിടെ നമ്മളെല്ലാ പ്രോമിസും റിജക്റ്റ് ചെയ്തപ്പം ഒരു ക്യാച്ച് ബ്ലോക്ക് ഇല്ല ഈ ഓരോ പ്രോമിസിനും. അതുകൊണ്ടാണ് നമുക്ക് അൺകോട്ട് എറർ എന്ന് വന്നത്. പ്രോമിസ് ഡോട്ട് റേസിലോട്ട് ഒരു എം ഡി അറേ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോമിസ് എപ്പോഴും പെൻഡിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോട്ട് ദെന്നും ഡോട്ട് ക്യാച്ചും ഒരിക്കലും എക്സിക്യൂട്ട് ആവില്ല. നമുക്കറിയാം ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രോമിസ് പെൻഡിങ് സ്റ്റേറ്റിലായിരിക്കും. റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ പ്രോമിസിൻ്റെ സ്റ്റേറ്റ് ഫുൾഫിൽഡ് ആവും. റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രോമിസിൻ്റെ സ്റ്റേറ്റ് റിജക്റ്റഡ് ആവും. ഈ ഒരു കേസിൽ പ്രോമിസ് എപ്പോഴും പെൻഡിങ് സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ട് ഡോട്ട് ദെന്നും ഡോട്ട് ക്യാച്ചും ഒരിക്കലും എക്സിക്യൂട്ട് ആവില്ല. പ്രോമിസ് ഡോട്ട് റേസിനെ പറ്റി ഓർത്തിരിക്കേണ്ട കാര്യം, ഫസ്റ്റ് പ്രോമിസ് എന്ത് ചെയ്യുന്നോ അത് തന്നെ ആയിരിക്കും പ്രോമിസ് ഡോട്ട് റേസ് റിട്ടേൺ ചെയ്യുന്ന ആ പ്രോമിസും ചെയ്യുക. ഫസ്റ്റ് പ്രോമിസ് റിസോൾവ് ചെയ്താൽ നമ്മുടെ പ്രോമിസ് ഡോട്ട് റേസ് റിട്ടേൺ ചെയ്യുന്ന പ്രോമിസും റിസോൾവ് ആവും. ഫസ്റ്റ് പ്രോമിസ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോമിസ് ഡോട്ട് റേസ് റിട്ടേൺ ചെയ്യുന്ന ആ പ്രോമിസും റിജക്റ്റഡ് ആവും. ഈ ഒരു എക്സാമ്പിളിൽ ഫസ്റ്റ് സെല്ലാവുന്ന പ്രോമിസ് 3 ആണ്. കാരണം അതിനാണ് ഏറ്റവും കുറഞ്ഞ ടൈം എടുക്കുന്നത്. അന്നേരം ഈ പ്രോമിസ് റിസോൾവ് ആയ പ്രോമിസ് ഡോട്ട് റേസ് റിട്ടേൺ ചെയ്യുന്ന പ്രോമിസും റിസോൾവ് ആവും. ഈ പ്രോമിസ് റിജക്റ്റ് ആയ പ്രോമിസ് ഡോട്ട് റേസ് റിട്ടേൺ ചെയ്യുന്ന പ്രോമിസും റിജക്റ്റഡ് ആവും. പിന്നെ ഓർത്തിരിക്കേണ്ടത് ഈ എം ഡി അറേ പ്രോമിസ് ഡോട്ട് റേസിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോമിസ് ഡോട്ട് റേസ് റിട്ടേൺ ചെയ്യുന്ന ആ പ്രോമിസ് എപ്പോഴും പെൻഡിങ് സ്റ്റേറ്റിലായിരിക്കും. ഒരിക്കലും അത് ഫുൾഫിൽഡ് അല്ലെങ്കിൽ റിജക്റ്റഡ് സ്റ്റേറ്റിലോട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ ഡോട്ട് ദെന്നും ഡോട്ട് ക്യാച്ചും ഒരിക്കലും എക്സിക്യൂട്ട് ആവത്തില്ല. നമുക്ക് പ്രോമിസ് ഡോട്ട് റേസ് മെത്തേഡ് എങ്ങനെ സ്വയം ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. പ്രോമിസ് ഡോട്ട് മൈ റേസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന റേസ് മെത്തേഡിന് ഞാൻ കൊടുക്കുന്ന പേര് മൈ റേസ് എന്നാണ്. റേസ് മെത്തേഡ് ഇൻപുട്ടായിട്ട് ഒരു അറേ ഓഫ് പ്രോമിസസിനെ ആയിരിക്കും മേഡ് ചെയ്യുക. ഫംഗ്ഷൻ പ്രോമിസസ് അറേ എം ഡി ആണെങ്കിൽ നമ്മുടെ പ്രോമിസ് എപ്പോഴും പെൻഡിങ് സ്റ്റേറ്റിലായിരിക്കും. റിസോൾവും ചെയ്യില്ല, റിജക്റ്റും ചെയ്യില്ല. അന്നേരം നമ്മൾ ജസ്റ്റ് റിട്ടേൺ ചെയ്യും. നമ്മുടെ മൈറേസ് മെത്തേഡ് ഒരു പുതിയ പ്രോമിസിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. റിസോൾവ്, റിജക്റ്റ്. നമ്മളിനി നമ്മുടെ പ്രോമിസസ് അറയിലൂടെ ഹൈഡ്രേറ്റ് ചെയ്യും. അതിലെ ഫസ്റ്റ് പ്രോമിസ് എന്താണോ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ പുതിയ പ്രോമിസും ചെയ്യുക. ഫസ്റ്റ് പ്രോമിസ് റിസോൾവ് ആയാൽ നമ്മുടെ ഈ പ്രോമിസും റിസോൾവ് ആവും. ഫസ്റ്റ് പ്രോമിസ് റിജക്റ്റ് ആയാൽ നമ്മുടെ ഈ പ്രോമിസും റിജക്റ്റ് ആവും. നമുക്ക് പഴയ ഈ സെയിം എക്സാമ്പിൾ യൂസ് ചെയ്യാം. promise dot my race. ഇവിടെ പ്രോമിസ് 1ഉം പ്രോമിസ് 2ഉം പ്രോമിസ് 3ഉം നമ്മുടെ മൈറേസ് മെത്തേഡിലോട്ട് നമ്മൾ പാസ് ചെയ്തു. അന്നേരം ഫസ്റ്റ് സെല്ലാവുന്ന പ്രോമിസ് ഏതാണ്? പ്രോമിസ് 3 ആണ്. അതിൻ്റെ വാല്യൂ പ്രോമിസ് 3 ആണ്. അതുകൊണ്ട് നമുക്ക് വാല്യൂ ആയിട്ട് പ്രോമിസ് 3 കിട്ടി. ഇത് റിജക്റ്റ് ആയാലോ? ഏറ്റവും ആദ്യം സെല്ലാവുന്ന പ്രോമിസ് 3 ആണ്. അന്നേരം പ്രോമിസ് 3 എന്ത് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ പുതിയ പ്രോമിസും ചെയ്യുക. നമുക്ക് എറർ കിട്ടി. ഇനി ഇത് എം ടി ആണെങ്കിലോ എന്താണ് നോർമൽ ബിഹേവിയർ? ഡോട്ട് ദെന്നും ഡോട്ട് ക്യാച്ചും എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. ഡോട്ട് ദെന്നും ഡോട്ട് ക്യാച്ചും എക്സിക്യൂട്ട് ആയില്ല. കാരണം ഇവിടെ പ്രോമിസ് എപ്പോഴും പെൻഡിങ് സ്റ്റേറ്റിലായിരിക്കും.
നമ്മളങ്ങനെ പ്രോമിസ് ഡോട്ട് റേസിൻ്റെ കസ്റ്റം ഇംപ്ലിമെൻറ്റേഷന് എഴുതി. നമുക്ക് പ്രോമിസ് ഡോട്ട് എനി മെത്തേഡ് നോക്കാം. പ്രോമിസ് ഡോട്ട് എനി മെത്തേഡും ഒരു അറേ ഓഫ് പ്രോമിസസിനെ ആയിരിക്കും ഇൻപുട്ടായിട്ട് മേടിക്കുക. എന്നിട്ട് ഒരു പുതിയ പ്രോമിസിനെ റിട്ടേൺ ചെയ്യും. ഈ പുതിയ പ്രോമിസ് റിസോൾവ് ചെയ്യും അറേ ഓഫ് പ്രോമിസസിലെ ഏതെങ്കിലും ഒരു പ്രോമിസ് റിസോൾവ് ആയ. റിജക്റ്റ് ചെയ്യും അറേ ഓഫ് പ്രോമിസസിലെ എല്ലാ പ്രോമിസും റിജക്റ്റ് ആയ. ഡോട്ട് ദെൻ വാല്യൂ console.log value dot catch error console.log error. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 പ്രോമിസും റിസോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് പ്രോമിസ് ഡോട്ട് ഇനി റിട്ടേൺ ചെയ്യുന്ന പ്രോമിസും റിസോൾവ് ആവും. അതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് റിസോൾവ് ആയ വാല്യൂ അതേതാണ്? ഫസ്റ്റ് റിസോൾവ് ആവുക പ്രോമിസ് 3 ആണ്. അതുകൊണ്ട് നമുക്ക് വാല്യൂവിൽ പ്രോമിസ് 3 എന്ന് കിട്ടി. ഏതെങ്കിലും ഒരു പ്രോമിസ് റിസോൾവ് ആയ നമ്മുടെ പുതിയ പ്രോമിസും റിസോൾവ് ആവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോമിസ് 1 റിസോൾവ് ആയി. അതുകൊണ്ട് നമുക്ക് വാല്യൂ ആയിട്ട് പ്രോമിസ് 1 കിട്ടി. മൾട്ടിപ്പിൾ റിസോൾവ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറവ് ടൈം എടുക്കുന്ന റിസോൾവ് ആയിരിക്കും ഫസ്റ്റ് എക്സിക്യൂട്ട് ആവുക. അതെന്ന് പറഞ്ഞാൽ പ്രോമിസ് 2 ആണ്. അതുകൊണ്ടാണ് വാല്യൂവിൽ നമുക്ക് പ്രോമിസ് 2 കിട്ടിയത്. എല്ലാ പ്രോമിസും റിജക്റ്റ് ആയ നമ്മുടെ പുതിയ പ്രോമിസും റിജക്റ്റ് ആവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് എറർ ഓൾ പ്രോമിസസ് വെയർ റിജക്റ്റഡ്. ഇതിൽ മെയിൻലി ഓർത്തിരിക്കേണ്ട കാര്യം പ്രോമിസ് ഡോട്ട് എനി ഒരു അറേ ഓഫ് പ്രോമിസസിനെ ഇൻപുട്ടായിട്ട് മേടിക്കും. എന്നിട്ട് ഔട്ട്പുട്ടായിട്ട് ഒരു പുതിയ പ്രോമിസിനെ തരും. ഈ പുതിയ പ്രോമിസ് റിസോൾവ് ചെയ്യും ഏതെങ്കിലും ഒരു പ്രോമിസ് റിസോൾവ് ആയ. ആ റിസോൾവ് ആയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോൾവ് ആയ ഫസ്റ്റ് പ്രോമിസിൻ്റെ വാല്യൂ ആയിരിക്കും. പുതിയ പ്രോമിസ് റിജക്റ്റ് ചെയ്യും എല്ലാ പ്രോമിസും റിജക്റ്റഡ് ആയ. റിജക്ഷൻ്റെ കേസിൽ അഗ്രിഗേറ്റ് എറർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓൾ പ്രോമിസസ് വെർ റിജക്റ്റഡ്. അഗ്രിഗേറ്റ് എറർ എന്ന് പറഞ്ഞാൽ എറേഴ്സിനെ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. എറർ ഡോട്ട് എറേഴ്സിലൂടെ നമുക്ക് ആ റിജക്റ്റഡ് ആയ എറേഴ്സ് എല്ലാം കാണാൻ പറ്റും. പ്രോമിസ് 1ഉം പ്രോമിസ് 2ഉം പ്രോമിസ് 3ഉം അതെല്ലാം നമുക്ക് ഒരു അറയിൽ കിട്ടി. ഇനി എം ടി അറേ ആണെങ്കിലോ? എം ടി അറേ ആണെങ്കിൽ നമ്മുടെ പുതിയ പ്രോമിസ് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ക്യാച്ച് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. എന്നിട്ട് അഗ്രിഗേറ്റ് എറർ ത്രോൺ ആവും. ഇവിടെ അഗ്രിഗേറ്റ് എറർ ഓൾ പ്രോമിസസ് വെർ റിജക്റ്റഡ് എന്ന് നമുക്ക് ഈ എറർ ബ്ലോക്കിൽ കിട്ടി. എം ഡി അറേ ആണെങ്കിൽ നമ്മുടെ പുതിയ പ്രോമിസ് റിജക്റ്റ് ആവും. അങ്ങനെ ക്യാച്ച് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. എന്നിട്ട് നമുക്ക് അഗ്രിഗേറ്റ് എറർ എന്ന് കിട്ടും. നമുക്ക് പ്രോമിസ് ഡോട്ട് എനി എങ്ങനെ സ്വയം ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. പ്രോമിസ് ഡോട്ട് മൈ എനി ഈക്വൽ ടു ഫങ്ഷൻ ഒരു അറേ ഓഫ് പ്രോമിസസിനെ ഇൻപുട്ടായിട്ട് മേടിക്കും. എന്നിട്ടൊരു പുതിയ പ്രോമിസിനെ റിട്ടേൺ ചെയ്യും. റിസോൾവ് റിജക്റ്റ്. പ്രോമിസസിൻ്റെ ലെങ്ത് സീറോ ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അഗ്രിഗേറ്റ് എറർ ആയിരിക്കും റിട്ടേൺ ചെയ്യുക.
അഗ്രിഗേറ്റ് എററിൽ ഒരു എം ടി അറേ ഉണ്ടായിരിക്കും, പിന്നെ മെസ്സേജും ഓൾ പ്രോമിസസ് വേർ റിജക്റ്റഡ്. പ്രോമിസസ് അറയിലൂടെ ഐട്രേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു പ്രോമിസ് റിസോൾവ് ആയ നമ്മളും നമ്മുടെ ഈ പ്രോമിസും റിസോൾവ് ചെയ്യും. എല്ലാ പ്രോമിസും റിജക്റ്റ് ആയ നമ്മുടെ ഈ പ്രോമിസും റിജക്റ്റ് ആവും. നേരം എല്ലാ എറേഴ്സും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. കോൺസ്റ്റ് യൂസ് ചെയ്യാം. കോൺസ്റ്റ് എറേഴ്സ്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? എറേഴ്സ് അറയിലോട്ട് ഓരോ എററിനെയും നമ്മൾ പുഷ് ചെയ്യും. എറേഴ്സ് അറയുടെ ലെങ്ത്തും പ്രോമിസസ് അറയുടെ ലെങ്ത്തും ഈക്വലായ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രോമിസസും റിജക്റ്റഡ് ആണ്. അന്നേരം എല്ലാ എറേഴ്സും നമ്മൾ ഈ എറേഴ്സ് അറയിൽ സ്റ്റോർ ചെയ്തു. അതിനുശേഷം എറേഴ്സിൻ്റെ ലെങ്ത്തും പ്രോമിസസിൻ്റെ ലെങ്ത്തും ഈക്വൽ ആണോ നോക്കി. എന്ന് വെച്ചാൽ എല്ലാ പ്രോമിസസും റിജക്റ്റഡ് ആണോ, ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും വിത്ത് അഗ്രിഗേറ്റ് എറർ. അഗ്രിഗേറ്റ് എററിൽ ആ എറേഴ്സ് അറേ പാസ് ചെയ്യും. ഇനി നമുക്ക് പ്രോമിസ് ഡോട്ട് എനിയെ കോഡ് ചെയ്ത് നോക്കാം. പ്രോമിസ് ഡോട്ട് മൈഎനി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എം ഡി അറേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത എനി മെത്തേഡിലോട്ട് പാസ് ചെയ്തപ്പോൾ നമുക്ക് അഗ്രിഗേറ്റ് എറർ ഓൾ പ്രോമിസസ് വേർ റിജക്റ്റഡ് എന്ന് കിട്ടി. ഇനി പ്രോമിസ് 1ഉം പ്രോമിസ് 2ഉം പ്രോമിസ് 3ഉം എനിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ആയിട്ട് പ്രോമിസ് 3 കിട്ടി. ഇനി എല്ലാ പ്രോമിസും റിജക്റ്റ് ചെയ്താലോ? നമുക്ക് വീണ്ടും അഗ്രിഗേറ്റ് എറർ കിട്ടി. ഓൾ പ്രോമിസസ് വേർ റിജക്റ്റഡ്. ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് എറർ ഡോട്ട് എറേഴ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് റിജക്റ്റഡ് ആയ വാല്യൂസ് എല്ലാം കാണാം. പ്രോമിസ് 3, പ്രോമിസ് 2, പ്രോമിസ് 1.